PG വർഗീസ് അങ്കിൾ എന്നെ കാണാൻ വേണ്ടി വന്നു. പിരിയാൻ നേരം ഞാൻ പറഞ്ഞ അങ്കിൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം, കഴിഞ്ഞെല്ലാം തോന്നുന്നു. എന്താ അത്? നമ്മുടെ ആദരണനായ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നിട്ട് 25 വർഷം തികയാണ് ഇന്ന്. ഞാൻ പറഞ്ഞു, രണ്ടുപേരെ നമുക്ക് അതേക്കുറിച്ചൊരു അനുസ്മരണം നടത്തിയിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞു, സ്റ്റെയിൻസിന് 2 കുട്ടികളും ഈ ശുശ്രൂഷകൾ കഴിഞ്ഞ് മടങ്ങി വന്ന വണ്ടി വഴിയിലിട്ട് ഉറങ്ങുക. രാത്രി ഉറങ്ങുന്ന കുട്ടികളുടെ അപ്പൻ്റെ അരികിലേക്ക് ഗുണ്ടകൾ വളഞ്ഞിട്ട് ഇങ്ങനെ മുട്ടിയപ്പോൾ അപ്പൻ ഈ ഗ്ലാസ് തത്തി. ഇതിൻ്റെ ഒരു കടാര, അതുകൊണ്ട് സ്റ്റെയിൻസിൻ്റെ കഴുത്തിലേക്ക് അത് കുത്തിയിറക്കി. ഞാൻ പറഞ്ഞു, നോ അങ്കിൾ, അങ്ങനല്ല, തീയിട്ടതല്ലേ? അദ്ദേഹം പറഞ്ഞല്ല, ഞാനിത് ആദ്യം കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിശോക്തിയല്ല, ഇങ്ങനെ കുത്തുമ്പോൾ അദ്ദേഹം ഒന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ മക്കൾ ഉണർന്നു. അപ്പനെ പിഞ്ചോമനകളുടെ മുമ്പിൽ കുത്തി ഉണർത്തുന്ന രംഗവും ആലോചിച്ച്, എന്നിട്ടും അത് അവരുടെ ആ പ്രതികാരബോധം തീരാതെ ക്യാരിൽ നിറച്ചു വെച്ച മണ്ണെണ്ണ ഒഴിച്ചു ജീപ്പിന് തീയിട്ടു. ഉറക്കത്തിൽ ഉണർന്ന കുഞ്ഞുങ്ങൾ കണ്ണു തിരുമി. ഒരു ഫിലിപ്പും തിമോത്തി എന്ന കുഞ്ഞു മകൻ ഇതിൻ്റെ വിടവിലൂടെ, ഗ്ലാസിൻ്റെ വിടവിലൂടെ പുറത്തു ചാടിയ കുഞ്ഞിനെ തൃശൂലം കൊണ്ട് കുത്തി തിരിച്ചിട്ടു. ആളിക്കത്തി 3 പേരും എരിഞ്ഞടങ്ങി. അതാണ് മരണം. ക്രിസ്തു നിമിത്തം മരിക്കുക. അതേ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പൂരിപ്പിക്കാം. ഞാനും വാസ്തർ ബോബിയും അടക്കം 2-3 പേര് തൃശ്ശൂർ കുന്നംകുളത്തിനരികിലൂടെ സുവിശേഷ യോഗം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഹിന്ദു പശ്ചാത്തലമുള്ളൊരു മനുഷ്യൻ ഞങ്ങൾക്ക് ധാരാളമായിട്ട് ഫുഡ് തരിക, ഒരു വെയിറ്റർ. ഞങ്ങൾ ആ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹത്തിന് ഈ ഭക്ഷണം തരുന്ന ഒരു രീതി ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഞങ്ങൾ അവിടെ ഒരു ടിപ്പ് വെച്ചു. അയ്യോ, അദ്ദേഹം അത് തിരിച്ചിങ്ങെടുത്തിട്ട് എൻ്റെ പോക്കറ്റ് വെച്ചിട്ട് പറഞ്ഞു, അച്ഛനല്ലേ, അച്ഛനൊക്കെ നമുക്ക് ടിപ്പ് തരിക എന്ന് പറഞ്ഞ സ്തോത്രം. അച്ഛനാന്ന് ഓർത്തു. ഞാൻ ജുബായൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛാന്ന് വിളിച്ച്, ഞാൻ സന്തോഷത്തോടെ വിളി കേട്ടു. പലരും എന്നെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട്. പറഞ്ഞത്, നിങ്ങളോടൊക്കെ ടിപ്പ് വാങ്ങാൻ പാടില്ല. ഞാൻ ചായം തെറ്റി, നിങ്ങളൊക്കെ വലിയ പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ്. എനിക്കിപ്പോൾ സ്വയം ഒരു കുറ്റബോധം തോന്നി, ഈ മനുഷ്യൻ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ ബോബിയോട് പറഞ്ഞു, പാസേ, അദ്ദേഹം വലിയ പ്രവൃത്തി നമ്മൾ ഈ കഴിച്ച കാര്യമായിരിക്കും, വലിയ വീര്യപ്രവൃത്തി. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരം അദ്ദേഹം വീണ്ടും പിന്നാലെ വന്നു. എന്തോ പറയാനുള്ളല്ലേ? ഞാൻ പിന്നെ പരിചയപ്പെട്ടു അടുത്ത് വിളിച്ചു, ബാ, എന്തോ പറയാനുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഫാദർ, നിങ്ങളെയൊക്കെ കാണുന്ന വലിയൊരു സന്തോഷം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ, എന്തൊരു സന്തോഷമാണ്. അതേപോലെ അനുഭവം പറയാ, ഫാദർ, ഈ ഹോട്ടലുണ്ടോ? ഇതിലും മുന്തിയ 2 ഹോട്ടൽ സ്വന്തം ഉള്ളവനായിരുന്നു. ഞാൻ കളഞ്ഞിട്ട് പോന്നു. എവിടെ ആയിരുന്നു? ഇവിടെ അല്ലോ, റീസില്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഗ്രഹാം സ്റ്റെയിൻസ് അങ്കിളിനെയും 3 മക്കളെയും ഭാര്യയും പറ്റി. എൻ്റെ അയൽക്കാരായിരുന്നു. ഞങ്ങൾ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവരെ വിളിക്കും. ക്രിസ്മസ് വരുമ്പോൾ ഞങ്ങളെ വിളിക്കും. ആ കുഞ്ഞുങ്ങൾ 2 പേരും എൻ്റെ കട്ടിലിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കും. അങ്ങനെ ഞാൻ കൊണ്ടു വളർത്തിയ കുഞ്ഞുങ്ങളാണ്. ഒരു ദിവസം ഹോട്ടലിൽ കാര്യാദികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വിളിച്ചു, പെട്ടെന്ന് വരണേ, പെട്ടെന്ന് വാ. വാർത്ത കേട്ട് ചെല്ലുമ്പോൾ, ഇങ്ങനൊരു വാർത്തകൾക്കൊന്നും കഴിഞ്ഞ ദിവസം പോയി ഇവർ വന്നില്ല, ഇതൊക്കെയാണ് വാർത്ത. പക്ഷേ ഈ ഗ്ലാഡീസ് ആൻഡ് ഈ എസ്തേർ പറഞ്ഞില്ല. എന്താ ചെയ്യുന്നേ? അദ്ദേഹം പറയാ, കുറേ കഴിഞ്ഞപ്പോൾ 3 തുണിക്കെട്ടുകൾക്കകത്തേക്ക് ഈ മനുഷ്യ ശരീരങ്ങളെ മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കെട്ടിക്കൊണ്ടുവരിക. എസ്തേറിൻ്റെ കരച്ചിൽ ഇപ്പോഴും മനസ്സിലുണ്ട് സാർ. ഒന്നുകൂടെ പറയാ, ഫാദർ, രാത്രിയാകുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ശബ്ദം കാതിൽ കേൾക്കാം. അങ്കിൾ, ഞാൻ കിട്ടിയ വിലക്ക് അത് 2 വിറ്റു നാട്ടിലേക്ക് വണ്ടി കയറി. നിങ്ങളെപ്പോൾ ആളുകളെ കാണുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ നിലവാരത്തോളം ആൽക്കുടത്തോളം വളർന്നിട്ടൊന്നുമില്ല. അത്രയും വലിയൊരു പാസ്റ്ററുമല്ല ഞാൻ. പക്ഷെ നമുക്ക് വളരണം. എന്താണെന്നറിയണ്ടേ? ഇന്ത്യയിൽ വന്ന് സ്വന്തം പ്രാണനെ 3 പേർ കളഞ്ഞിട്ടും ക്രിസ്തുയേശുവിന്റെ ചൈതന്യത്തിൽ നിന്ന് വിട്ടുമാറാത്ത ആ നിശ്ചയദാർഢ്യമില്ലേ? പക്ഷെ ഇന്ന് നിങ്ങൾ ഒറീസയിലേക്ക് ചെല്ലണം. പാതിരിവാരെന്ന് വിളിച്ച് ആക്ഷേപിച്ച് കിടത്തുകൂടി ഈ വിശുദ്ധ ഗ്രന്ഥവുമായി നിങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ പല വീടുകളിൽ നിന്ന് ആളുകൾ വിളിക്കും, പാതിരി സാബ് അയ്യേ വാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 25 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ സഹോദരങ്ങൾ ചില പ്രാണനൊഴുക്കി കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് അവിടെ വിതച്ചതൊന്നും വൃഥാവായില്ല.